അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധമായ റജബിൻ്റെ സന്തോഷത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പരിശുദ്ധമായ പവിത്രമായ റജബിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. ജീവിതത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു നമുക്ക് തരുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് എന്ന് പറയുന്നത്. ഈ പരിശുദ്ധമായ റജബിൽ നമ്മൾ എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുമോ, എത്രത്തോളം അള്ളാഹുവിലേക്ക് നമുക്ക് ദുആ ചെയ്യാൻ പറ്റുമോ, അത്രയും അത്ഭുതങ്ങളും അത്രയും സന്തോഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ഒരുപാട് പുണ്യങ്ങൾ നേടിയിട്ടുള്ള മഹാരഥന്മാരുടെ ചരിത്രങ്ങളുണ്ട്. മഹാനായ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റജബ് എന്ന് കടന്നു വന്നാൽ ആ റജബിനെ ഒരുപാട് ബഹുമാനിക്കുമായിരുന്നു, ആ റജബിനെ ഒരുപാട് ഇഷ്ടപ്പെടുമായിരുന്നു. ആ റജബിനെ അവിടത്തെയുടെ ജീവിതത്തിലൂടെ, അവിടത്തെയുടെ കുടുംബങ്ങളിലൂടെ, അവിടത്തെയുടെ സന്തോഷങ്ങളിലൂടെ മഹാനായ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയുള്ള ഉവൈസ് ബിൻ ആമിർ തങ്ങൾ ഒരു വേള മസ്ജിദിലേക്ക് പോകുന്നൊരു വഴിയിൽ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, ഒരു ഈന്തപ്പന മരത്തിൻ്റെ ചുവട്ടിൽ ഒരാളിരുന്നിട്ട് വല്ലാതെ കരയാൻ. ഈ കരയുന്നൊരു മനുഷ്യനെ കണ്ട് ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? അദ്ദേഹം പറഞ്ഞത്, അല്ലയോ പ്രിയപ്പെട്ട തങ്ങളെ, മാനസികമായി വിഷമത്തിലാണ്. ഈ ദുനിയാവിൻ്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അള്ളാഹുവെ, മരണത്തിൻ്റെ ആ ഒരു സമയത്ത് നല്ലതുപോലെ എനിക്ക് മരിക്കണം, ഒരു കടങ്ങളുമില്ലാതെ എനിക്ക് മരിക്കണം, എൻ്റെ കടങ്ങൾ വീട്ടിയവനായ നിലയിൽ എനിക്കിവിടെ നിന്ന് വിട പറയാൻ പറ്റണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല. മനസ്സ് മുഴുവനും വേദനയാണ്. കാരണം ഈ കടങ്ങൾ വന്ന് കയറിയിട്ട് ഞാൻ കടങ്ങൾ കൊടുക്കാനുള്ളവർ പോലും എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറയുമ്പോൾ എനിക്ക് മാനസികമായിരുന്നു സങ്കടം വരാൻ. കാരണം അവർക്കും മക്കളുണ്ട്, ആ മക്കളും പട്ടിണിയിലാണ്, അവരുടെ ഭാര്യയും പട്ടിണിയാണ്, അവരുടെ സ്നേഹിതന്മാർ പട്ടിണിയിലാണ്, അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ പട്ടിണിയിലാണ്. ആ ഒരു സങ്കടത്തിലും ആ ഒരു വിഷമത്തിലുമായി അവർ അവരവരുടെ പരാതികൾ വന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനാണ് കേട്ടില്ല എന്ന് പറഞ്ഞ് നടിക്കുക? ഞാൻ എങ്ങനാണ് അത് സംഭവിച്ചിട്ടില്ല എന്ന് പറയാ? അതുകൊണ്ട് തങ്ങളെ, മാനസികമായി വല്ലാത്ത പ്രയാസത്തിലാണ്. ഉടൻ തന്നെ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ, ഇത് ഏത് മാസമാണ് എന്ന് നിനക്കറിയുമോ? തങ്ങളെ, അറിയാം, അള്ളാഹുവിൻ്റെ മാസമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ റജബ് തന്നെയാണ്. എന്നാൽ നീ എന്തിന് സങ്കടപ്പെടണം? നീ എന്തിന് പ്രയാസപ്പെടണം? നീ എന്തിന് വേദനിക്കണം? അള്ളാഹു നിനക്ക് തന്ന ഏറ്റവും നല്ല ഒരു സൗഭാഗ്യമാണ് ഈ പരിശുദ്ധമായ റജബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ റജബിൽ നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ മാറാൻ, നിന്റെ പ്രയാസങ്ങൾ മാറാൻ, നിന്റെ വിഷമങ്ങൾ മാറാൻ നീ അള്ളാഹുവിലേക്കൊന്ന് ചോദിച്ചു നോക്ക്. ഇദ്ദേഹം കേട്ടപാടെ മസ്ജിദ് നബവിയുടെ ഉള്ളിലേക്ക് പോയി അവിടെ ഇരുന്ന് നല്ലതുപോലെ വുളു എടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. ആ 2 റക്അത്ത് നിസ്കാരത്തിലും പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ആദ്യത്തെ 2 റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് എന്നുള്ള ആ സൂറത്തുകൾ ഓതിയിട്ട് അദ്ദേഹം നിസ്കരിച്ച് ദുആ ചെയ്ത്, പടച്ചവനെ, ഞാൻ നിന്റെ സൂറത്തുൽ ഇഖ്ലാസിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഇത് അള്ളാഹുവിൻ്റെ മാസമാണ്, എൻ്റെ റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് പഠിപ്പിച്ച ആ പരിശുദ്ധമായ ആ ഒരു മാസത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. റബ്ബേ, ഞാൻ നിസ്കരിച്ചിട്ട് ഞാൻ നിന്നോട് ചോദിക്കാൻ, നീ എന്നെ തട്ടിക്കളയല്ല റഹ്മാന്, നീ എന്നെ ഖായിബാക്കല്ല പടച്ചോനെ, നീ എന്നെ സങ്കടപ്പെടുത്തല്ലേ അല്ലാ. നിറഞ്ഞ മനസ്സോട് ഇദ്ദേഹം ദുആ ചെയ്തു. മസ്ജിദ് നബവിയിൽ നിന്ന് ഇറങ്ങാൻ നേരം ഒരാൾ വന്ന് കൈപിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇന്ന് നീ എൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് വരണം. ഇപ്പോഴും പരിശുദ്ധമായ മസ്ജിദ് നബവിയിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ കൈ പിടിച്ചിട്ട് വലിച്ചു കൊണ്ട് പോകും ആളുകൾ. ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം, ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോഴും പരിശുദ്ധമായ റമദാനൊക്കെ വന്നാൽ
മസ്ജിദ് നബവിയിലേക്ക് നമ്മൾ പോയാൽ അതൊരു സന്തോഷമാണ്. വളരെ ആകാംക്ഷയോടെ അവർ നമ്മളെ പിടിച്ചിട്ട് പോവാണ്. വേറൊന്നുമല്ല, ഹബീബിൻ്റെ അതേ ചര്യ ജീവിതത്തിൽ കൊണ്ടുവന്ന് ആളുകൾക്ക് സൽക്കാരങ്ങൾ കൊടുക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ. അങ്ങനെ വളരെ നല്ല, ഏറ്റവും നല്ല മനസ്സോടെ, നല്ല നീയത്തോടു കൂടിയിട്ട് ഇവർ വിളിച്ചു കൊണ്ടുപോകുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് ഒരാൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തു. ചോദിച്ചു, എന്തേ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഇദ്ദേഹം പറഞ്ഞു, എനിക്കൊരാളോടും എൻ്റെ വിഷമം പറയുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കെൻ്റെ റബ്ബിനോട് തന്നെയാണ് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ദുഃഖങ്ങളും ഒക്കെ പറയാൻ എനിക്കെൻ്റെ റബ്ബിനോടാണ് ഏറ്റവും നല്ല ഇഷ്ടം. പക്ഷെ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് പറയാൻ, ഞാൻ വലിയൊരു കടക്കാരനാണ്. എൻ്റെ കടങ്ങൾ കാരണം എൻ്റെ ഭാര്യ പോലും എൻ്റെ മക്കൾ പോലും എൻ്റെ സങ്കടം കണ്ട് അവരും കരയുകയാണ്. അവരുടെ മനസ്സിലും വല്ലാത്ത വേദനയുണ്ട്. എനിക്കൊരേ ഒരു പേടിയേ ഉള്ളൂ, ഞാൻ മരിക്കുന്നൊരു സമയം ഒരു കടക്കാരനായിട്ട് മരിച്ചു പോകുമെന്നാണ്. ഞാൻ മരിക്കുമ്പോൾ ഞാൻ ഒരു കടക്കാരനായിട്ട് മരിക്കുമോ എന്നുള്ള ആ ഒരു പേടി എൻ്റെ ഖൽബിൻ്റെ ഉള്ളിലുണ്ട്. നല്ലൊരു ജോലിയില്ല. ഉടൻ തന്നെ ഇദ്ദേഹം പറഞ്ഞു, മോനെ, നീ എൻ്റെ തോട്ടത്തിൽ നീ ജോലി ചെയ്യണം. എൻ്റെ തോട്ടത്തിൽ നല്ലതുപോലെ ജോലി ചെയ്തുകൊണ്ട് കടന്നു വരണം. നിനക്ക് എപ്പം നിസ്കരിക്കണോ നിനക്ക് നിസ്കരിക്കാം, നിനക്ക് എപ്പം നോമ്പ് നോക്കണോ അന്ന് എന്നോട് പറയാം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ 7 ദിവസം ജോലി ചെയ്തു. 7ാമത്തെ ദിവസം ഇദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കിഴി കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നീ ഇത് കൂടെ കൊണ്ടുപോക്കും. നീ ഇവിടുന്ന് ഈ ഒരു സഞ്ചി, ഈ ഒരു പാണ്ഡം നീ ഇവിടുന്ന് തുറന്നു നോക്കരുത്, വീട്ടിൽ പോയിട്ട് നോക്കുക. ഇദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നുകൊണ്ട് ആ കിഴി അങ്ങ് തുറന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് പൊട്ടിപ്പോയി. പടച്ചവനെ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ കടങ്ങളും വീട്ടാനുള്ളൊരു വഴി ആ ഒരു സഞ്ചിയിലുണ്ടായിരുന്നു. ഇതറിഞ്ഞിട്ട് ഇദ്ദേഹം തിരിച്ചു ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, പരിശുദ്ധമായ റജബിൽ അടിയുറച്ചൊരു വിശ്വാസത്തോടു കൂടി ഞാൻ 2 റക്അത്ത് റബ്ബിലേക്ക് നിസ്കരിച്ചു. ആ 2 വഖത്ത് നിസ്കാരത്തിലും ഞാൻ ആ 2 സുന്നത്ത് നിസ്കാരത്തിലെ 2 റക്അത്തിലും ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതി. അള്ളാഹുലേക്ക് പറഞ്ഞു, പടച്ചവനെ, ഞാൻ ഓതിയത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സൂറത്തുകളാണ്, സൂറത്തുൽ ഇഖ്ലാസാണ്. അതുകൊണ്ട് റബ്ബേ, ഞാൻ ഓതിയ ആ ഒരു സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ, നീ എൻ്റെ കടങ്ങൾ മാറ്റണം. അതിന് അള്ളാഹു വളരെ പെട്ടെന്ന്, ഒരു സമയം മാറ്റിവെക്കാതെ, വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹുവിൻ്റെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു എനിക്ക് തുറന്നു തന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് റബ്ബിൻ്റെ മാസമാണ്. നല്ല നീയത്തോടുകൂടി നിങ്ങളും ഇതുപോലെ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യ്. അള്ളാഹു നിങ്ങളുടെ സങ്കടങ്ങളും മാറ്റിത്തരും. അള്ളാഹു നിങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി ഒരല്പസമയം കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു വലിയവനല്ലേ, അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല. എല്ലാവരും നല്ല മനസ്സോടെ, നല്ല നീയത്തോടു കൂടിയിട്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.